മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/8/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം, മൂലം 3-ാം പാദം. ചിങ്ങലഗ്നം, ലഗ്നത്തിൽ സൂര്യൻ, ശുക്രൻ 2 ശൂന്യം, 3-ൽ കുജൻ, 4 ശൂന്യം, 5-ൽ ചന്ദ്രൻ, 6-ൽ കേതു, ഗുളികൻ 7-8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ശനി 10-11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ ബുധൻ, രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നത്തിൽ ചിങ്ങലഗ്നമാവുകയും ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നല്ല ഒരു സൂചന തന്നെയാണ് ഒരു ഗ്രഹനിലയെ സംബന്ധിച്ച്. ആ വ്യക്തിക്ക് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും കിട്ടാൻ യോഗവും അർഹതയുമുണ്ട് എന്നൊരർത്ഥം കൂടെ അതിന് പറയാം. പക്ഷേ ലഗ്നത്തിൽ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്നു, ശത്രുവായ സൂര്യനോടൊപ്പം. വിവാഹം, അതല്ല എങ്കിൽ റിലേഷൻസ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട അല്പസ്വല്പം പ്രശ്നങ്ങൾ അതിൽ കാണേണ്ടിയും ഇരിക്കുന്നു. വിവാഹ സംബന്ധമായിട്ട് അല്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻസ്, പ്രണയം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്പം നെഗറ്റീവായിട്ടുള്ള ഒരു ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? സൂര്യനോടൊപ്പം റിലേഷൻസിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള, ബന്ധങ്ങളുടെയൊക്കെ, പ്രണയത്തിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള, വിവാഹത്തിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു എന്നതൊരു കാരണം തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് ലഗ്നാൽ 7, 1, 2, 3, 4, 5, 6, 7, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനിയാവുകയും ശനി നീചത്തിൽ, മേടത്തിൽ നീചം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. അവിടെ വ്യാഴമുണ്ട്. എന്നിരുന്നാൽ തന്നെയും 7-ലേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയുമുണ്ട്. ഇത്തരക്കാർ പ്രത്യേകിച്ചും പ്രണയം പോലെയുള്ള കാര്യങ്ങൾ, അതല്ല എങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഒരല്പസ്വല്പം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ അത്തരം കാര്യങ്ങളെ കാണാവൂ, ഇടപെടാവൂ. അല്ലാത്ത പക്ഷം അതിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ പ്രണയം പോലെയുള്ള, അതല്ല എങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് 3 പ്രബലമായിട്ടുള്ള നെഗറ്റീവ്സ് ഇവിടെ ഉണ്ട്. 1, വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ ശുക്രൻ സൂര്യനോടൊത്ത് നിൽക്കുന്നു. 2, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാവുകയും അവിടേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരികയും ആ ശനി നീചത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അതിലേക്കുള്ള കുജൻ്റെ ദൃഷ്ടി. 1, 2, 3, 4, 5, 6, 7. കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 4, 7, 8 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ശനിക്ക് അറിഞ്ഞോ അറിയാതെയോ 2 ബുദ്ധിമുട്ടേറിയ ദൃഷ്ടികൾ വന്നു കഴിഞ്ഞു. 1, 7-ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു. അതുപോലെ തന്നെയാണ് ശനി നിൽക്കുന്നിടത്തേക്ക് കുജൻ്റെ 7-ാം ദൃഷ്ടിയും വന്നു. വ്യാഴം അവിടെ ഉണ്ട് എന്നതൊരു ആശ്വാസ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ റിലേഷൻസ് പോലെയുള്ള, അല്ലെങ്കിൽ പ്രണയം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് പെട്ടാൽ തന്നെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അനുഭവിച്ച ശേഷമായിരിക്കും മേൽപ്പറഞ്ഞ രീതിയിൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരിക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം. അതായത് ചേർന്ന് പോകുന്നയാളാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരക്കാർ പോകാവൂ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ലഗ്നത്തിൽ സൂര്യനോടൊത്ത് നിൽക്കുന്നു. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും അത് സൂര്യനോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായി ചെയ്യുന്ന മേഖലയുമായി
ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ, ശത്രുത പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ വ്യക്തിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുമുണ്ട്. പക്ഷേ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരല്പം ക്ഷമയും കാണിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ പരിഹാരങ്ങളും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ജോലി സംബന്ധമായിട്ട് കിട്ടാൻ അർഹതയുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും സർക്കാർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഗ്രഹനില തന്നെയാണിത്. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊത്ത് നിൽക്കുകയും അവിടേക്ക് വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വലിയ പോസിബിലിറ്റീസ്, സാധ്യതകൾ തന്നെയാണ്. പക്ഷേ ഒരല്പം കാലതാമസം, അതല്ല എങ്കിൽ ഒരല്പം ക്ഷമയോടെ കാര്യങ്ങളെ കണ്ടുവെങ്കിൽ മാത്രമേ അത്തരം നല്ല അനുഭവങ്ങളിലേക്ക് ഈ വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് സർക്കാർ ജോലി സംബന്ധമായിട്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ആദ്യമേ തന്നെ ശ്രമിച്ച് തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് വളരെ അടുത്ത് തന്നെ കിട്ടാറുണ്ട്. 10ിലൊക്കെ സൂര്യൻ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു, അതല്ല എങ്കിൽ 10ാം ഭാവമായിട്ട് ചിങ്ങം വരുന്നു, അവിടെ സൂര്യൻ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് സർക്കാർ ജോലിയൊക്കെ വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് സർക്കാർ ജോലിക്ക് എന്തുകൊണ്ടും അർഹതയും യോഗ്യതയുമുണ്ട്. എന്നിരുന്നാലും 10ാം ഭാവാധിപൻ ശത്രുവിനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരല്പം കാലതാമസം, അതല്ല എങ്കിൽ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ശത്രുതാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുക, അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഭാഗമാകേണ്ടി വരിക, നിസ്സഹായത കൊണ്ട്, ഇത്തരം അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ധാരാളമായിട്ട് ഉണ്ടാകുന്നുമുണ്ട്. ഇത് രണ്ടും, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ വ്യക്തി ഒരല്പം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും വേണം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 1, 2, 3, 4, 5 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് നീചസ്ഥനായ ശനിയോടൊപ്പം നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്, നല്ലത് തന്നെയാണ്. അവിടെ നീചസ്ഥനായിട്ടുള്ള ശനിയുണ്ട് എന്നതൊരു നെഗറ്റീവും അതിലുണ്ട്. ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകൻ, മാതാവിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6. അതുപോലെ തന്നെയാണ് അവിടേക്ക് ഗുളികൻ്റെ 12ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത് രണ്ടും മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കലുഷിതമാക്കും. കൺഫ്യൂഷൻസ്, ടെൻഷൻസ്, ആങ്സൈറ്റി, ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കാം. അതുവഴി അബദ്ധങ്ങൾ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനുള്ള സാധ്യത, ടെൻഡൻസി കൂടുകയും ചെയ്യും. അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി, എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അത് അല്പം വഴിമാറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ 5ാം ഭാവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഈ വ്യക്തി പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വ്യാഴം ഇവിടെ 9ലാണ്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി വ്യാഴത്തെ കൊണ്ടുള്ള എല്ലാ അനുഭവങ്ങളും, എല്ലാ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളും ഈ വ്യക്തിക്ക് കിട്ടാനുള്ള യോഗ്യതയും അർഹതയും തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം വ്യാഴം ലഗ്നത്തിലേക്ക്, ആ വ്യക്തിക്ക് തന്നെ ഗുണം കൊടുക്കുന്ന ദൃഷ്ടി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തെ കൃത്യമായി പരിഗണിച്ച് പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മേൽപ്പറഞ്ഞ 5ാം ഭാവവുമായി ബന്ധപ്പെട്ട് രാഹുവിൻ്റെ ദൃഷ്ടിയെ കൊണ്ടും അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയെ കൊണ്ടും ഒക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ, അതിൻ്റെ പേഴ്സൻറ്റേജിനെ ഒരു 60-70% വരെ കുറയുകയും അതിനെക്കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, കൃത്യമായിട്ടുള്ള ചിന്ത, കൃത്യമായിട്ടുള്ള സമയത്ത് പ്രാവർത്തികമാക്കിയെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോയി നേട്ടങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം, കേതുദശയിൽ ജനിച്ചു. 2002 വരെ ജന്മശിഷ്ടം കേതുദശയായിരുന്നു. അതിനുശേഷം 2022 വരെ ശുക്രദശ, അതിനുശേഷം സൂര്യൻ 2028 വരെ, അതിനുശേഷമാണ് ചന്ദ്രൻ 2038 വരെ 10 കൊല്ലക്കാലം, അതിനുശേഷം ചൊവ്വ അഥവാ കുജൻ 2045 വരെ, അതിനുശേഷം രാഹു 18 കൊല്ലം 2063 വരെ, ശേഷമാണ് വ്യാഴദശ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. രാഹുദശ എന്ന് പറയുമ്പോൾ 12ലാണ് രാഹു നിൽക്കുന്നത്. ചെലവുകൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ താല്പര്യമില്ലാത്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവുകൾ, പ്രത്യേകിച്ചും പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. അതും ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനോടൊത്താണ് 12-ൽ രാഹു നിൽക്കുന്നത്. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതൽ എടുത്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് സൂര്യദശയിൽ ശനിയുടെ അപഹാരമാണ്. അതായത് 30/7/2025 തൊട്ട് 12/7/2026 വരെ ലഗ്നത്തിൽ ചിങ്ങത്തിൽ തന്നെ നിൽക്കുന്ന സൂര്യൻ്റെ ദശയും നീചസ്ഥനായി നിൽക്കുന്ന ശനിയുടെ അപഹാരവും. സൂര്യനും ശനിയും ശത്രുക്കളുമാണ്. അപ്പോൾ ഇത്തരം സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ആ സാഹചര്യങ്ങൾ വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത രീതിയിൽ നമ്മൾക്ക് അനുകൂലമാക്കിയെടുക്കാനും സാധിക്കും. ഇതാണ് പരിഹാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയമൊക്കെ ഒരല്പം ശ്രദ്ധയോടെയും ഒരല്പം സൂക്ഷ്മതയോടെയും ഒക്കെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കൃത്യമായ പരിഹാരങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ, ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. നേരത്തെ പറഞ്ഞ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് പോകുക വഴി അതുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവിൻ്റെ പെർസെൻറ്റേജ് തോത് അളവ് കുറയുകയും നേട്ടങ്ങൾ, സാധ്യതകൾ അതിൻ്റെ അളവ് കൂടുകയും ചെയ്യും എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.